ഓരോ ന്യൂറൽ പാത്വേ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇപ്പൊ എൻ്റെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാശി പിടിച്ച് വഴക്കൂടി അല്ലെങ്കിൽ എല്ലാം ആകെ അലമ്പാക്കിയിടുമ്പോൾ ഞാനെന്ന് പറയുന്ന ഉമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ന്യൂറൽ പാത്വേയിൽ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ എക്സ്പീരിയൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ന്യൂറൽ പാത്വേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു ആക്ഷൻ എടുക്കുകയാണ്. ഇന്നിപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ കളേഴ്സൊക്കെ എടുത്ത് കളിക്കുക, അങ്ങോട്ടൊന്ന് വഴക്കൂടെ ഇങ്ങോട്ടൊന്ന് വഴക്കൂടെ. അപ്പൊ ഞാനെന്ന് പറയുന്ന ഉമ്മ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അവരിങ്ങനെ നോക്കിയിട്ട് റബ്ബേ ഇവരുള്ളത് കൊണ്ടല്ലേ ഇവരിങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ എനർജി ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിൽ അവരിങ്ങനെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ എനർജിയും ഷിഫ്റ്റ് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉള്ളുകൊണ്ട് നമ്മളൊരു നോട്ടമുണ്ട്. അപ്പൊ ഈ ഒരു നോട്ടത്തില് നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവരിൽ നമുക്ക് അപ്പം മാത്രമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. നമുക്ക് ഒന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടും തല്ലിയിട്ടും ഒക്കെ നമുക്ക് അവരെ പേടിപ്പിക്കാനും ഒന്ന് പേടിപ്പിച്ച് നിർത്താനൊക്കെ ചിലപ്പോൾ പറ്റും. അല്ലെങ്കിൽ അവരൊന്ന് പേടിച്ചിട്ട് പല കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കും. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു എന്താ പറയുക നമ്മളെപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് മാജിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഒരു ബുക്കിന്റെ പേര് തന്നെ മാജിക് എന്നായത്. ഈ ഒരു എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനോഭാവമായിട്ട് ഒരു ആറ്റിറ്റ്യൂഡായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് മൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവമായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല. അത്രത്തോളം മാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് സംഭവങ്ങളൊക്കെ. പക്ഷെ ഇത് എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതില് ഈ സീക്രട്ട് അല്ലെങ്കിൽ മാജിക് ഈ ബുക്കൊക്കെ വായിച്ചവരുണ്ടാവും. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാല് ഇതില് 28 ദിവസത്തെ മാജിക്കിന്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസ് ആണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 28 ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഗ്രേറ്റ്ഫുൾ ആവണം, നല്ല ഗ്രാറ്റിറ്റ്യൂഡ് വേണം, റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിലൊക്കെ എപ്പോഴും നന്ദി പ്രകടിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ഓരോ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷനും ഇതൊക്കെ മീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ അല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. ഈ ഒരു 28 ദിവസത്തെ ഈ മാജിക്കിന്റെ പ്രാക്ടീസിന് ശേഷം നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ഒരു എന്തൊക്കെയോ പുതിയ കുറച്ച് കാര്യങ്ങളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ളത് ഒന്ന് അതൊന്ന് മനസ്സിനെ പറഞ്ഞിട്ട് മനസ്സിലാക്കാം. അതൊന്ന് നമ്മൾ തന്നെ ഒന്ന് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്തോ ഒരു മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളോട് ഒന്ന് പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു രൂപത്തിൽ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം കോഓപ്പറേറ്റീവ് ആണോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിന് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ശരിക്കും ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ, ഒരുപാട് അനുഗ്രഹം അയാൾക്കുണ്ടെങ്കിലും ഇതൊന്നും അനുഗ്രഹമായിട്ട് പോലും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അയാളിൽ ഉള്ളതെങ്കിലോ, നേരെ മറിച്ച് ഒരാൾക്ക് തൻ്റെ നിത്യം വൃത്തി കഴിഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അയാൾ അതിലും ഭയങ്കര സന്തോഷവാനാണെങ്കിൽ അയാളുടെ ഹാപ്പിനെസ് എത്രത്തോളം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പോവാണ്. ഒന്ന് ഗ്രേറ്റ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നന്ദിയിലിരിക്കുമ്പോഴുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തില് ഫസ്റ്റ് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് സീക്രട്ട് ബുക്കൊക്കെ എഴുതിയിട്ടുള്ള റോണ്ട ബേൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മളുടെ
നമ്മൾ ചെറുപ്പകാലത്ത് എത്രത്തോളം ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലോകത്ത് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. ബട്ടർഫ്ലൈനെ ആണെങ്കിലും സ്കൈനെ ആണെങ്കിലും മൂണിനെ ആണെങ്കിലും ഒക്കെ നമ്മൾ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടായിരുന്നു നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. ആ, എല്ലാത്തിലും നമുക്കൊരു കൗതുകമായിരുന്നു. പലതും എന്തൊക്കെയോ ഏഹ്, എന്ത് കാണുമ്പോഴും അതൊക്കെ അറിയാനുള്ള ആകാംക്ഷയും, അതുപോലെ എൻ- എന്തൊക്കെയോ ലൈഫിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു ജോയിയസ് ആയിട്ടുള്ള ഒരു ആനന്ദത്തിന്റെ ഒരു സ്റ്റേറ്റ് ആയിരിക്കും. ഏഹ് അപ്പോ എന്താണ് അപ്പൊ നമുക്ക് എവിടേക്കോ നമ്മൾ വളർന്നു വന്ന സമയത്ത് ഈ ആനന്ദിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ടു. എവിടെയോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആനന്ദമുണ്ട്. ഉള്ളിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആനന്ദം. ഇപ്പോ നമ്മളിൽ എത്ര പേർക്ക് നമ്മൾ പല സാഹചര്യത്തിലായിരിക്കും, നമ്മൾ പല സിറ്റുവേഷൻസ് ആയിരിക്കും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും നം ഏഹ് പല സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ അനുഗ്രഹങ്ങളെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് വീണ്ടും വീണ്ടും കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കുട്ടിയായിരിക്കുമ്പോഴുള്ള ഇമ്പോർട്ടൻസും, അതുപോലെ ഈ ഒരു ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദ്വാകളിലൂടെയൊക്കെ ഒരുപാട് മാജിക്സ് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്, അല്ലെ? ചെയ്തിട്ടുണ്ടാവും പലരും. ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും നമ്മൾ. പലതും ജീവിതത്തിൽ നമ്മൾ പോലും വിചാരിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നേടുന്നതും അച്ചീവ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതില് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്: ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, അത് സമൃദ്ധമായി നൽകപ്പെടും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. അപ്പോൾ ഇത് ബൈബിളിലുള്ള ഒരു ഇതാണ്. അപ്പൊ ഇതില് ഈ ഒരു പുസ്തകത്തിൽ തന്നെ ഇതിന്റെ ആഹ്, ഒരു വൈരുദ്ധ്യം ഇവിടെ പറയുന്നുണ്ട്. കാരണം ഒരാൾക്ക് ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കും, ഇല്ലാത്തവന് എന്ത് ചെയ്യുക? കൊടുക്കാതെ തടയപ്പെടുക ചെയ്യുക. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. സമ്പന്നനെ വീണ്ടും വീണ്ടും സമ്പത്ത് കൊടുത്ത് സമ്പന്നനാക്കും, പാവപ്പെട്ടവനെ വീണ്ടും വീണ്ടും ആ ഒരു തലത്തിലേക്ക്, പാവപ്പെട്ട തലത്തിലേക്ക് തന്നെ തടയപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സമ്പന്നൻ, ആ സമ്പന്നൻ അവന് ഉള്ളതിൽ എനിക്കുണ്ട് എന്നുള്ള ആ ഒരു അതിൽ തന്നെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവനക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരാള് എന്താണ് എനിക്കൊന്നുമില്ല, എനിക്ക് അങ്ങനെ പ്രയാസമുണ്ട്, ഇങ്ങനെ പ്രയാസമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പരാതികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരാതി പറയാനുള്ള അവസരമായിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തിലാണോ നമ്മുടെ ഫോക്കസ്, എവിടെയാണോ നമ്മുടെ ഫോക്കസ് പോകുന്നത് അവിടെയായിരിക്കും നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. പ്യുവറായിട്ട് ഇതിൽ സയന്റിഫിക് ആയിട്ട് ഈ ഒരു കാര്യത്തെ പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതില് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട് ലൈൻ ശക്കർത്തും ലസീദന്നക്കും എന്നുള്ളത്. ആരാണോ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് അവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതും, അതുപോലെ ആരാണോ നന്ദി കെട്ടവനായിട്ട് മാറുന്നത് അവന് അതിന്റെ ആ നന്ദികേടിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഓരോ ദിവസവും തന്നെ എന്താണ് ഓരോ ദിവസവും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് എനിക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിലൊന്നും നമുക്ക് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് നമ്മളുടെ കുഴപ്പം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആവാൻ പറ്റാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് ബ്ലോക്കും കാര്യങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ഞാൻ എന്താണ് ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരു ഉം, ഒരു യാഥാർത്ഥ്യങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ എനിക്ക് നന്ദിയുള്ളവനാകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ഫോക്കസ് പോയി കിടക്കുന്നത് ഇല്ലായ്മകളിലേക്കും വെല്ലായ്മകളിലേക്കും ഒക്കെ ആയതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങളായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ എനർജി മൊത്തം ഫ്ലോ ചെയ്യുന്നത് അതിലേക്കായിരിക്കും. നേരെ മറിച്ച് എന്തോ എന്തോ ഒരുപാട് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ദിവസവും അൽഹംദുലില്ലാ നല്ല ആരോഗ്യത്തോടു കൂടി എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഏഹ് ഒക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും അത് എത്രത്തോളം നമ്മുടെ അനുഭവ തലത്തിലുണ്ട് എന്നുള്ളതനുസരിച്ചായിരിക്കും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് അത് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 28 ദിവസം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ കറുത്ത പൂച്ച വട്ടം ചാടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ പല ദുശ്ശകുനങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും കണ്ടാലും നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ഇന്ന സംഭവിച്ചു ഇനി ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മളിങ്ങനെ പെർസ്പെക്റ്റീവ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഓരോ കാര്യങ്ങളും ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ഇമോഷണലി ഹേർട്ട് ചെയ്യണ എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു, "ഓ, ഇന്നത്തെ ദിവസം പോക്കായി, ഇന്ന് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ്." അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ ഇന്ന് ഇങ്ങനെ സംഭവിച്ചാൽ ഇനിയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെയായിരിക്കും, മോശമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ ഇതാക്കി. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ തന്നെ നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതനുസരിച്ചായിരിക്കും ഒരു ന്യൂറൽ പാത്വേ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുന്നു, നേരെ പോയിട്ട് ബ്രഷ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആദ്യം എന്തായിരുന്നു ഇന്നലെ ചെയ്തത്, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നോർമലായിട്ട് എഴുന്നേൽക്കുന്നു. ഏഹ് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഗ്രേറ്റ്ഫുൾ ആവേണ്ട വ്യക്തിയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ട്, ഓ, അപ്പൊ ഇന്നലെ കിടന്നുറങ്ങിയതായിരുന്നു, ഇന്നിപ്പോൾ അൽഹംദുലില്ലാ ഇത്ര ആരോഗ്യത്തോടു കൂടി തന്നെ എനിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു ഗ്രേറ്റ്ഫുൾ, അത് ഒരു നമ്മൾ കറക്റ്റായിട്ട് ഒരുപാട് ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഒരു ന്യൂറൽ പാത്വേ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ ബ്രഷ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ബ്രഷ് ചെയ്യുന്ന ഒരു ന്യൂറൽ പാത്വേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ എക്സ്പീരിയൻസിനും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് വരേണ്ടത് എന്നുള്ളതൊക്കെ ഓരോ ന്യൂറൽ പാത്വേ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പൊ എൻ്റെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാശി പിടിച്ച് വഴക്കൂടി അല്ലെങ്കിൽ എല്ലാം ആകെ അലമ്പാക്കിയിടുമ്പോൾ ഞാനെന്ന് പറയുന്ന ഉമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ന്യൂറൽ പാത്വേയിൽ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ആ എക്സ്പീരിയൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ന്യൂറൽ പാത്വേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരു ആക്ഷൻ എടുക്കാണ്. ഇന്നിപ്പോ ഈ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലെങ്കിൽ കളേഴ്സ് ഒക്കെ എടുത്ത് കളിക്കുക, അങ്ങോട്ടൊന്ന് വഴക്കൂടുക ഇങ്ങോട്ടൊന്ന് വഴക്കൂടുക. അപ്പൊ ഞാനെന്ന് പറയുന്ന ഉമ്മ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അവരിങ്ങനെ നോക്കിയിട്ട്, റബ്ബേ, ഇവരുള്ളത് കൊണ്ടല്ലേ ഇവരിങ്ങനെ കളിക്കണത് എന്നുള്ള രീതിയിൽ നമ്മുടെ എനർജി ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിൽ അവരിങ്ങനെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ എനർജിയും ഷിഫ്റ്റ് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്താ പറയാ, ഇവർ ഏത് നേരം നോക്കിയാലും തല്ലുപിടുത്തമാണ്. നമ്മുടെ മക്കളിലേക്ക് നോക്കുന്ന നോട്ടം പോലും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മളൊരു നോട്ടമുണ്ട്. അപ്പൊ ഈ ഒരു നോട്ടത്തില് നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവരിൽ നമുക്ക് അപ്പം മാത്രമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. നമുക്ക് ഒന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടും തല്ലിയിട്ടും ഒക്കെ നമുക്ക് അവരെ പേടിപ്പിക്കാനും ഒന്ന് പേടിപ്പിച്ച് നിർത്താനൊക്കെ ചിലപ്പോൾ പറ്റും. അല്ലെങ്കിൽ അവരൊന്ന് പേടിച്ചിട്ട് പല കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കും. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു എന്താ പറയാ, നമ്മളെപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് മാജിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഒരു ബുക്കിന്റെ പേര് തന്നെ മാജിക് എന്നായത്. ഈ ഒരു എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അത് നമ്മുടെ ഒരു മനോഭാവമായിട്ട്, ഒരു ആറ്റിറ്റ്യൂഡായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് മൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവമായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല. അത്രത്തോളം മാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് സംഭവങ്ങളൊക്കെ. പക്ഷെ ഇത് എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആക്കിയിട്ട് മാറ്റാം, അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ആണ് എന്ത് ചെയ്യുന്ന ഈ 28 ദിവസങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം അതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അത് നിങ്ങളിലേക്ക് ഞാൻ തരിക. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വിസ്ഡം പോലെ എന്തെങ്കിലും അറിവ് ഇങ്ങനെ
നുകരുന്ന പോലെ എന്ത് കേട്ടിരിക്കാതെ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിലേക്ക് എത്തുക. നമുക്കൊക്കെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റണം. അപ്പൊ എന്ത് സംഭവിച്ചാലും അത് എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും ഹയർ ആയിട്ട് തരുള്ളൂ എന്ന് ഉള്ളില് ഇത് ഉള്ളിൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ ചുറ്റും പലതും സംഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് എന്താണ് ഒന്നും സംഭവിക്കില്ല എന്നൊന്നുമല്ല. കാരണം പ്രവാചകന്മാര് അവർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ദുനിയാവില് നേരിട്ടിട്ടുള്ളത്. പക്ഷെ അവിടെയൊക്കെ അവർ ഗ്രാറ്റിറ്റ്യൂഡിലായിരുന്നു, സറണ്ടറൻസിലായിരുന്നു. എന്ത് വന്നാലും പക്ഷെ അവരുടെ മൈൻഡ് വളരെ കാമും ഗ്രാറ്റിറ്റ്യൂഡിലും സറണ്ടറൻസിലും ഒന്നായിരുന്നു. അവരുടെ മൈൻഡിനെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. ആ പ്രയാസങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവർ റബ്ബ് എന്നുള്ള ഒരു അത്രയും ഒരു ഫെയ്ത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ചെറിയൊരു ഒന്നും സംഭവിക്കണ്ട, ഒന്നും സംഭവിക്കണ്ട, ജസ്റ്റ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് സങ്കടം വരും. ഇല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എന്തിനാ ചിലപ്പോൾ സങ്കടം വരുന്നതെന്ന് പോലും നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ നമ്മളിൽ പലരും എക്സ്പീരിയൻസ് ചെയ്യലുണ്ട്. ചിലപ്പോൾ നെഞ്ചിനൊക്കെ ഒരു ഭാരം പോലെ പല സ്ട്രെസ്സും കാര്യങ്ങളും ഇതൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു രൂപത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്താൽ, തീർച്ചയായിട്ടും നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ മൈൻഡിലെ കാംനെസ്സും ഒരു ജോയസ് സ്റ്റേറ്റ് നമ്മുടെ കുട്ടികളുണ്ടല്ലോ അവരുടെ ആ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ കുട്ടികളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവർക്ക് ഫീൽ ചെയ്യൂല. കാരണം എന്താ, അവരുടെ സ്റ്റേറ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റാണ്. നമുക്ക് ആ ഒരു സ്റ്റേറ്റ് തീർച്ചയായിട്ടും ഈ ഒരു പ്രാക്ടീസസിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താണ്, ഇതിനെ ആറ്റിറ്റ്യൂഡാക്കി ഗ്രാറ്റിറ്റ്യൂഡിനെ എത്രത്തോളം നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും അത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, അതായത് ഐസക് ന്യൂട്ടൻ പോലെ, ആൽബർട്ട് ഐൻസ്റ്റീൻ പോലെയുള്ള സയന്റിസ്റ്റുകളൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനെ സയന്റിഫിക് ആയിട്ടും ഒക്കെ പ്രൂവ് ചെയ്തേക്കാണ് ഈ ഒരു ബുക്കിലൂടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റോണ്ട ബേണിന്റെ തന്നെ ഒരു എക്സ്പീരിയൻസ്, ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഏഹ്, നന്ദി പറയേണ്ട എന്തെങ്കിലും കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രം കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു താങ്ക് യു, നന്ദി എന്നുള്ളത്. പക്ഷെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന, ശാരീരികമായിട്ട് പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആയിരുന്നു. അപ്പോൾ ഈ ഒരു അതൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്ത് അതൊക്കെ ചേഞ്ച് ആയി എന്നുള്ളതാണ് തൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഇതിനെ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാം. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ആറ്റിറ്റ്യൂഡാക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ബുക്ക് എടുക്കുക, പെണ്ണെടുക്കുക. ഇത് ചിലപ്പോൾ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക, ഇത് പുതിയ എന്തോ മാജിക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന രൂപത്തിൽ, പുതിയതായിട്ട് സംതിങ് പുതിയത് ന്യൂ ആയിട്ട് ലേൺ ചെയ്യുന്ന രൂപത്തിൽ ഒന്ന് ഇതിനൊന്ന് എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്രയും കപ്പൊക്കെ ഫുള്ളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിച്ച് കളഞ്ഞിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു എംപ്റ്റി കപ്പായിട്ട് ഈ ഒരു സെഷനിലും ഈ ഒരു പ്രാക്ടീസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. വളരെ ജോയസ് സ്റ്റേറ്റിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ, ആ അനുഗ്രഹങ്ങൾ നോട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു 28 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു 11 ആഗ്രഹങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി മൈൻഡോട് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതാം. ഒരു 11 ആഗ്രഹങ്ങൾ ഇതിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു 11 ആഗ്രഹങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രാക്ടീസിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ,
അപ്പൊ ഇതില് ഓരോ മേഖലകളിലേക്ക്, അതായത് ഏം, ബന്ധങ്ങള്, കരിയർ, അങ്ങനെ എല്ലാ മേഖലകളിലേക്കും വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ 10 ദിവസം നമുക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ, അത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല, അത് ചിന്തിക്കാൻ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, അതിൽ ഗ്രേറ്റ്ഫുൾ ആവുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഉള്ള കാര്യങ്ങളിൽ നന്ദി പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, അതൊന്ന് ആദ്യം നമുക്കുള്ള, നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്കുള്ള ആ ഒരു ഗ്രേറ്റ്ഫുൾ ആവേണ്ട തിങ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതുക. എന്നിട്ട് അതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുന്നത് എന്ന് കൂടി നോട്ട് ചെയ്യാം. കാരണം ഇത് നമുക്ക് എക്സ്പീരിയൻസിലാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഗ്രേറ്റ്ഫുൾ ആവുന്നത് എന്ന് കൂടിയിട്ട് എഴുതുക. ആഗ്രഹങ്ങളും നമ്മൾക്ക് കേൾക്കാൻ പാകത്തിന് വായിക്കാം. എന്നിട്ട് അൽഹംദുലില്ലാ എന്നിങ്ങനെ പറയാം. ഓക്കെ. എന്നാലും ഇൻഷാ അല്ലാ എല്ലാവരും എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഉം, നാളെ ഞാൻ പ്രാക്ടീസ് എന്ത് ചെയ്യണ്ടേന്നുള്ളത് പറയാം. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് എത്രത്തോളം ആളുകൾ ചെയ്തു എന്നുള്ളത് നോക്കിയിട്ട് വേണം നാളത്തെ പ്രാക്ടീസ് പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാ ആളുകളും ഇത് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് തന്നെ നാളെയും ചെയ്യേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എഴുതി വെച്ച ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ റിയാലിറ്റിയിലേക്ക് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ വരുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ പലതും നമുക്കറിയാം, പലതും നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെങ്കിൽ പോലും അത് അനുഭവ തലത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഫസ്റ്റ് നമ്മൾ തന്നെ അതിനൊരു എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം, അത് അനുഭവ തലത്തിൽ നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുക. അപ്പോൾ എന്താ, അപ്പോൾ ഇൻഷാല്ലാ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.